ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഹുവാനെ ഇപ്പോൾ ലിയാങ്ങിനെ കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ്. എന്താ നീ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കണ്ട് ഫാദറും അപ്പൊ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയാങ് നമ്മുടെ ഹുവാനയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഇവള് വേറെ ആരുമല്ല എന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും പറഞ്ഞിട്ട് ഫേസും പൊത്തിപ്പിടിച്ച് മാറി നിൽക്കും. ഹുവാനെ ഫേസ് ചെയ്യാനായിട്ട് ലിയാങ്ങിന് പറ്റുന്നേ ഇല്ല. എന്നാലും ഹുവാന, എന്തായാലും നമ്മളിപ്പോ ബിസിനസിന്റെ കാര്യം സംസാരിക്കാനായിട്ടല്ലേ വന്നത്, ആദ്യം നമുക്ക് അത് സംസാരിക്കാന്ന് പറയും. പക്ഷേ ലിയാങ്ങിന്റെ ഫാദർ ഭയങ്കര ദേഷ്യത്തില്, അപ്പൊ നിന്റെ ബോസിന് എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയാം, അത് അറിഞ്ഞു വെച്ചിട്ടല്ലേ ഞങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് നിന്നെ തന്നെ നിന്റെ ബോസ് അയച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ സാർ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, നിങ്ങൾ ആരാണെന്നുള്ള വിവരം ഞാൻ തന്നെ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പൊ പിന്നെ ബോസിനെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ വർക്കിലൊക്കെ സിൻസിയർ ആയിരിക്കും എന്ന് പറയും. എന്തായാലും ശരി, കോൺട്രാക്ടിന്റെ കാര്യമൊക്കെ പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ലിയാങ്ങിന്റെ ഫാദർ നേരെ ലിഫ്റ്റിലേക്ക് കയറി നിൽക്കും. ലിയാങ് ആണെങ്കിലോ, ഡാഡ് നിങ്ങൾ എന്തായാലും പോയിക്കോ, ഞാൻ പുറകെ വരാന്നും പറഞ്ഞ് ഡാഡിനെ പറഞ്ഞയച്ച് ഹുവാനയുടെ കൂടെ തന്നെ നിൽക്കും. ഹുവാനയാണെങ്കിലോ ലിയാങ്ങിനെ മൈൻഡ് ചെയ്യുന്നില്ല, നൈസായിട്ട് മുന്നോട്ട് നടക്കും. അയ്യോ ഡാർലിംഗ്, നീ പോവരുത്, നീ എന്റെ അടുത്ത് ക്ഷമിക്ക്, ഈ കാര്യമൊന്നും മറച്ചു വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്റെ ഫാദർ ചെറിയൊരു ബിസിനസ് അല്ലേ റൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന ഭയങ്കര ദേഷ്യത്തില് ലിയാങ്ങിനെ ഒന്ന് നോക്കും. സോറി, എന്റെ ഫാദർ വലിയൊരു ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്, പക്ഷെ ഇത് പറയാനായിട്ടുള്ള സിറ്റുവേഷൻ വന്നില്ല. ഞാൻ ഈ കാര്യം നിന്റെ അടുത്ത് തുറന്നു പറഞ്ഞാല് നീ എന്നെ വിട്ടിട്ട് പോകുമെന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാണ്ടിരുന്നേന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇത്രയും നാള് നീ എന്നെ ചീറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നീ എന്തൊക്കെയാണ് നിന്നെ പറ്റി എന്റെ അടുത്ത് പറഞ്ഞത്? നിന്റെ അച്ഛനും അമ്മയും ഏതോ ഒരു കുഗ്രാമത്തിലാണ്, കാശൊന്നും ഇല്ലാന്നും പറഞ്ഞ് എന്തോരം എന്റെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അതുമല്ലാണ്ട് നിനക്കിടാനായിട്ട് ഷൂ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് നിനക്ക് വേണ്ടി ഒരു ഷൂ പോലും വാങ്ങി തന്നത്, എന്നിട്ട് നീ എന്നെ ചീറ്റ് ചെയ്തില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ ഹുവാന, ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കാത്തത്? ആ ഒരു ടൈമിലെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി, നീ എന്റെ അടുത്ത് ക്ഷമിക്കുന്ന പറയും. ഇവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം മിങ്ങിന്റെ പിയെ വന്ന് കേൾക്കുന്നൊക്കെയുണ്ട്. എല്ലാം കേട്ടിട്ട് പുള്ളിക്കാരൻ നൈസായിട്ട് അകത്തേക്ക് കയറി പോകും. അതേ ടൈമിൽ അങ്ങ് വീണ്ടും, ഹുവാന, ഞാൻ നിന്റെ മേത്ത് വെച്ചിരിക്കുന്ന സ്നേഹം അത് റിയൽ ആണ്. ഇന്ന് വൈകുന്നേരം ഞാൻ എന്തായാലും നിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, എന്തായാലും ഇന്ന് ഞാൻ വൈകുന്നേരം വരാന്ന് പറയും. നീ എന്റെ വീട്ടിലേക്കൊന്നും വരണ്ട, നീ എന്റെ കൺമുൻപിലേക്ക് പോലും വരണ്ടെന്നും പറഞ്ഞ് ഹുവാന ഭയങ്കര ദേഷ്യത്തില് അകത്തേക്ക് നടന്നു പോകും. അതേ ടൈം പിയെ നേരെ മിങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ച് പറയാനായിട്ട് തുടങ്ങും. ആ പയ്യനുണ്ടല്ലോ കോടീശ്വരനാണ്, എന്നിട്ട് പോലും തന്റെ കയ്യിൽ കാശില്ല, പിച്ചക്കാരനാണെന്നും പറഞ്ഞിട്ട് ഹുവാനയുടെ പുറകെ നടക്കുമായിരുന്നു. എന്തായാലും അവരുടെ ലവ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെയാ ചെയ്യുന്നത്, അവൻ എന്തായാലും ഗ്രേറ്റ് ആണെന്ന് പറയും. പക്ഷെ മിങ്ങിനാണെങ്കിൽ അത്രയ്ക്കൊന്നും വിശ്വാസം വരുന്നൊന്നുമില്ല. എന്തായാലും ഹുവാനക്കും ഇതെല്ലാം അറിയാമായിരിക്കും, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതേ അവള് ജസ്റ്റ് ആക്ട് ചെയ്യുന്നതായിരിക്കും. താൻ എന്തായാലും പോയിട്ട് ഹുവാനേന ഇങ്ങോട്ടേക്ക് പറഞ്ഞഴക്കെന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞിട്ട് പിയെയും പുറത്തേക്ക് പോകും. അതേ ടൈം ഹുവാനയാണെങ്കിലോ ഭയങ്കര ദേഷ്യത്തില്, അവൻ എന്നെ പറഞ്ഞ് ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, ഇത്രയും നാള് ഞാനൊരു മണ്ടീനെ പോലെയായി, എന്താണ് ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി മിങ് എല്ലാം അറിഞ്ഞു വെച്ച് എന്നെ യൂസ് ചെയ്തതായിരിക്കുമോ? എന്തായാലും പുള്ളിനെ കാണാനല്ലേ ചെല്ലുന്നത്, ചെല്ലുമ്പോ തന്നെ ഇത് ചോദിക്കാന്നും പറഞ്ഞ് മിങ്ങിന്റെ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്ന്, സത്യത്തില് നിങ്ങളെല്ലാം അറിഞ്ഞ് എന്നെ യൂസ് ചെയ്തതാണല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. നീ എന്താ ഉദ്ദേശിച്ചത്? എന്തായാലും നീ ഒരു കാര്യം മറന്നു പോവരുത്, നീ ഇപ്പോഴും ഇവിടെ സ്ഥിരമായിട്ടില്ല, അതെപ്പോഴും നിന്റെ ഓർമ്മയിൽ വേണം. പിന്നെ നീ ചോദിച്ചതിനുള്ള ആൻസർ പിന്നെ പറയാം, അതും എനിക്ക് സൗകര്യമുള്ളപ്പോ നിന്റെ അടുത്ത് പറഞ്ഞേക്കാം. ഇപ്പൊ നീ ഇവിടെ നിന്ന് പോന്നും പറഞ്ഞ് ഹുവാനെ പറഞ്ഞഴക്കും. അങ്ങനെ ഭയങ്കര സങ്കടത്തില് പുറത്തേക്ക് ഇറങ്ങി വരും. ആ ടൈമിനാണ് അമ്മയുടെ അടുത്ത് നിന്നും കോള് വരുന്നത്. ഇന്ന് എന്തായാലും ലിയാങ് വരില്ലേടി, ഞാൻ ഒരുപാട് ഫുഡ് അവന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനക്ക് വീണ്ടും സങ്കടമാവും. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിന്തിച്ചു നിൽക്കും. അതേ ടൈം ലിയാങ് ആണെങ്കിലോ അവന്റെ ഒറിജിനൽ വീട്ടിലേക്ക് ചെന്ന് ഭയങ്കര സങ്കടത്തിൽ കിടക്കും. ഇത് കാണുന്ന അമ്മയും, എന്താടാ മോനെ നീ സങ്കടപ്പെട്ടിരിക്കുന്നത്, നിന്റെ ഫാദർ നിന്നെ വഴക്ക് പറഞ്ഞോ എന്ന് ചോദിക്കും. നിന്റെ മകന് ഇതിരി അഹങ്കാരം കൂടുതലാണ്, ആ മിങ്ങിന്റെ സെക്രട്ടറിനെ കാണിച്ചിട്ട് ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് ഇവൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്ത് തന്നു എന്ന് പറയും. അതുകൊണ്ടാണോ ഇവൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതെന്നും പറഞ്ഞ് അമ്മ നേരെ ലിയാങ്ങിന്റെ അടുത്തേക്ക് ചെന്നിരിക്കും. മോനെ, ഞാൻ പറഞ്ഞതല്ലേ അവളെ അങ്ങോട്ട് വിട്ട് കളയാൻ, അവളെ നീ ബ്രേക്കപ്പ് ചെയ്, നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള പെൺകുട്ടിനെ വേണ്ടി നീ മാരേജ് ചെയ്യാനായിട്ട്. ഈ വീക്കെൻഡ് ശാങ്ക് മാഡവുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ശാങ്ക് മാഡത്തിനും ഒരു പെൺകുട്ടിയുണ്ട്, അവളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്
വരട്ടെ, നിങ്ങള് രണ്ടുപേരും മാരേജ് ചെയ്യും, അപ്പോ നിന്റെ ഫ്യൂച്ചറും നന്നായിരിക്കും എന്നറിയും. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങിന് ദേഷ്യം കയറും. ഞാനും ഹുവാനയും ലവ് ചെയ്യുന്നവരാണ്, എനിക്കൊരിക്കലും അവളെ വിട്ടു പിരിയാനായിട്ട് സാധിക്കില്ല, അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണമെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് പുറത്തേക്ക് ഇറങ്ങി പോകും. അതേ ടൈം ഹുവാന നേരെ വീട്ടിലേക്ക് ചെല്ലും. അവൻ ഇന്നും വരാനായിട്ട് സാധിക്കില്ലമ്മ, അവന് ഓവർ ടൈം വർക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ ഒരുപാട് ഗിഫ്റ്റ് എന്റെ കയ്യിൽ വാങ്ങി തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ അകത്തേക്ക് കൊണ്ടുവന്ന് വെക്കും. ഇത് കേട്ട് കഴിയുമ്പോ തന്നെ അമ്മക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കയറും. എന്ത് പറഞ്ഞാലും അവനൊരു ഓവർ ടൈം വർക്ക്, ഇന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമല്ലേ, അന്ന് പോലും ഓവർ ടൈം വർക്ക് എടുക്കാണ്ട് അവൻ ഞങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വരണ്ടേ, എന്നിട്ട് പോലും അവൻ വന്നില്ലല്ലോ. ഇത്രയും കയ്യില് കാശില്ലാത്ത പയ്യനാ, എന്തിനാണ് നീ ഇങ്ങനെ ലവ് ചെയ്ത് നടക്കുന്നത്, അവനെ ബ്രേക്കപ്പ് ചെയ്, എന്നിട്ട് ഇത്തിരി കാശുള്ള ഒരു പയ്യനെ നോക്കി കറക്കിയെടുക്കാൻ നോക്കെന്നും പറഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് ഒച്ച എടുക്കാനായിട്ട് തുടങ്ങും. അമ്മ, അവൻ ഇങ്ങോട്ടേക്ക് വരാണ്ടിരുന്നതല്ല, ഞാനാണ് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് അവന്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു പ്രോബ്ലം നടന്നു എന്ന് പറയും. എന്താണ്, നിങ്ങൾ രണ്ടും കൂടി വഴക്കിട്ടോ? നീയേ എത്ര സ്വീറ്റ് ആയിട്ടുള്ള പെൺകുട്ടിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ പോലും അവന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ അത്രയ്ക്കും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനിയും നീ എന്തിനാണ് അവനെയും കൊണ്ട് നടക്കുന്നത്? അവന് വേണ്ടിയിട്ട് നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വേണ്ട മോളെ, ഈ ബന്ധം നമുക്ക് വേണ്ട, നീ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ബ്രേക്കപ്പ് ചെയ്ത് വിടെന്നും പറഞ്ഞിട്ട് അമ്മ വീണ്ടും ഒച്ച വെക്കാനായിട്ട് തുടങ്ങും. ഇത് കേട്ട് ഹുവാനയുടെ അച്ഛനും എന്താ മോളെ സംഭവിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. ഒന്നുമില്ല അച്ഛന്നും പറഞ്ഞിട്ട് ഹുവാന സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് പോവുമായിരിക്കും. ആ ടൈമിനാണ് പുറത്തു നിന്നും ലിയാങ്ങിന്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ തന്നെ ഹുവാന സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് നോക്കും. അവിടെയാണെങ്കിലോ നമ്മുടെ ലിയാങ് വലിയൊരു ബൊക്കയും ഒരുപാട് ഗിഫ്റ്റുമായിട്ട് നമ്മുടെ ഹുവാനെ കാണാനായിട്ട് നിൽക്കുവാണ്. സോറി ഹുവാന, നീ എന്നോട് ക്ഷമിക്ക്, ഞാൻ നിന്റെ അടുത്ത് സത്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ല, അതുകൊണ്ടല്ലേ നീ എന്റെ അടുത്ത് വഴക്കിട്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും സത്യങ്ങളെല്ലാം തുറന്നു പറയാം, ഈ ലോകം മൊത്തം കേൾക്കട്ടെ. ഞങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്തുണ്ട്. എന്റെ ഫാദർ വലിയൊരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്. സിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ 4 ബിൽഡിങ് എന്റെ പേരിലാണ് ഉള്ളത്. ഇത്രയൊക്കെ സ്വത്ത് എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും എനിക്ക് നിന്നെ വേണം, നീ ഇല്ലാണ്ട് എന്റെ ലൈഫ് പൂർണ്ണമാവില്ല. ഐ ലവ് യു ഹുവാന, ഞാൻ നിന്റെ അടുത്ത് ഇനി ഒരിക്കലും ഒരു നുണയും പറയില്ല എന്നും പറഞ്ഞ് ഒച്ച വെച്ചോണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോ അമ്മയാണെങ്കിലും ഞാനിപ്പൊ കണ്ടതേ ഉള്ളൂ, ഇപ്പൊ ഞാൻ ന്യൂസിൽ കണ്ടതാണ്, ഒരുപാട് പയ്യന്മാര് എന്റെ കയ്യില് കോടിക്കണക്കിന് സ്വത്തുണ്ടെന്നും പറഞ്ഞിട്ട് പെൺപിള്ളേരെയൊക്കെ വല വീശി പിടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ആ ഒരു കൂട്ടത്തിലുള്ള പയ്യനാണല്ലേടാ നീ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോന്നും പറഞ്ഞിട്ട് ലിയാങ്ങിനെ ആട്ടി ഓടിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ ഹുവാന, അമ്മ അങ്ങനെയല്ല, അവൻ പറഞ്ഞതെല്ലാം സത്യമാണ്, കോടിക്കണക്കിന് സ്വത്ത് അവന്റെ കയ്യിലുണ്ട്, ഈ സത്യം എന്റെ അടുത്ത് മറച്ചു വെച്ചു, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ വഴക്കിട്ടിരിക്കുന്നത് പോലും. ഇപ്പൊ ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണ്ട, ഞാൻ എന്തായാലും പോയി അവനെ ഒന്ന് പറഞ്ഞയച്ചിട്ട് വരാം, അതിനുശേഷം സംസാരിക്കാന്ന് പറയും. ഇപ്പൊ ലിയാങ്ങിന്റെ അടുത്ത് ക്യാഷ് ഉള്ള വിവരം അമ്മക്കറിയാമല്ലോ, പുള്ളിക്കാരിയുടെ സ്വഭാവം അങ്ങനെ തന്നെ മാറും. എന്തായാലും നീ ഒന്ന് നോക്കി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറയും. ആ ടൈമിന് ലിയാങ് പുറത്ത് കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചോണ്ടിരിക്കുകയാണ്. ഹുവാന, ഐ ലവ് യു, നീ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല ഹുവാന, ഇനി ഞാൻ നിന്റെ അടുത്ത് ഒരു നുണയും പറയില്ല, പ്ലീസ് എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ഒച്ച വെച്ചോണ്ടിരിക്കും. അപ്പൊ തന്നെ ഹുവാന പുറത്തേക്ക് നോക്കി, ആദ്യം നീ ഒന്നും മിണ്ടാണ്ട് നിൽക്ക്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം, വന്നിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനേനെ അമ്മ പിടിച്ചു നിർത്തിയിട്ട്, എടി ഞാൻ ഇപ്പോഴാണ് അവനെ ഒന്ന് ശ്രദ്ധിച്ചത്, കാണാനും നല്ല ഭംഗിയുണ്ട്, ഹൈറ്റും ഉണ്ട്, അതുമല്ലാണ്ട് അവന്റെ കയ്യിൽ ഒരുപാട് ക്യാഷും ഉണ്ട്, നീ എന്തായാലും വിടണ്ടടി, അവനെ തന്നെ പിടിച്ചു വെച്ചോന്ന് പറയും. അമ്മ, നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞത്? അവൻ എന്റെ അടുത്ത് ഒരുപാട് നുണകൾ പറഞ്ഞു. അവന്റെ അച്ഛനും അമ്മയും ഏതോ ഒരു കുഗ്രാമത്തിലാണ്, ഇപ്പൊ അവര് ഭയങ്കര കഷ്ടപ്പെട്ട് ഇരിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്റെ അടുത്ത് നിന്ന് ഒരുപാട് ക്യാഷ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ആ ക്യാഷ് ഒക്കെ ഏൺ ചെയ്തത് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ രണ്ടുപേരും കൂടി, എന്നിട്ട് അവൻ ക്യാഷ് വാങ്ങിയിട്ട് നിനക്ക് തിരിച്ചു തന്നോന്ന് ഇങ്ങനെ ചോദിക്കും. തന്നു, പക്ഷെ അതൊന്നും ഇവിടെ ഒരു മാറ്ററേ അല്ലല്ലോ, അവന്റെ കയ്യില് ക്യാഷേ ഇല്ല, ദാരിദ്ര്യം പിടിച്ച പയ്യനാണെന്നും പറഞ്ഞ് അവൻ എന്തോരം എന്നെ പറ്റിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതൊക്കെ ഓർക്കുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് അവനെ നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് കയറ്റി കഴിഞ്ഞാല് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും, ഓർത്തോന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനെ റൂമിൽ കയറി വാതിലടച്ചു നിൽക്കും. അതേ ടൈം പാവം പിടിച്ച നമ്മുടെ ലിയാങ് പുറത്തു നിന്ന് ഒച്ച വെച്ചോണ്ടിരിക്കുകയാണ്. ഹുവാന, ഐ ലവ് യു, നീ എന്നെ ഇട്ടിട്ട് പോവല്ലേ, ഞാൻ നിന്റെ അടുത്ത് ഒരിക്കലും നുണ പറയില്ല, നീ എന്നെ അക്സെപ്റ്റ് ചെയ്യെന്നും പറഞ്ഞ് ഒച്ച വെച്ചോണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് ഒരുപാട് നാട്ടുകാരും ലിയാങ്ങിന്റെ ചുറ്റും കൂടിയൊക്കെ നിൽക്കുന്നുണ്ട്. ആ ടൈമിനാണ് ഇവരുടെ ഇടയിലേക്ക് ഒരു പയ്യൻ കടന്നു വരുന്നത്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഹുവാനയുടെ ബ്രദറാണ്, പേര് ഷാവു. ഷാവു ആണെങ്കിലും ചുറ്റും കൂടി നിൽക്കുന്നവരെ എല്ലാവരെയും പറഞ്ഞേക്കും, നിങ്ങൾ എന്താ ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്,
ഇതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നമാണ്, പോന്നും പറഞ്ഞിട്ട് എല്ലാരെയും ഓടിച്ചു വിട്ടിട്ട് നേരെ ലിയാങ്ങിന്റെ അടുത്ത് വരും. എന്താടാ പ്രോബ്ലം, നീ എന്തിനാണ് പുറത്തു നിന്ന് ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കുന്നത് നിന്നെ ചോദിക്കും. എടാ പ്ലീസ് എടാ, നീ നിന്റെ സിസ്റ്ററിനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്ക്, എന്നെ പറ്റിയിട്ടുള്ള സത്യങ്ങളെല്ലാം അവൾ അറിഞ്ഞു, അതുകൊണ്ട് അവള് ദേഷ്യപ്പെട്ടിരിക്കുവാണെന്ന് പറയും. എന്ത് ചേച്ചി ദേഷ്യപ്പെട്ടിരിക്കുവാണെന്നോ? അങ്ങനെയാണെങ്കിൽ ചെറിയ പ്രോബ്ലം ഒന്നും ആവില്ല, എനിക്കത് ഉറപ്പാണെന്നും പറഞ്ഞ് നിൽക്കുമ്പോ തന്നെ ഹുവാനയുടെ അടുത്ത് നിന്നും കോള് വരും. നീ എന്ത് വായി നോക്കി നിൽക്കുവാണ്, നീ അവനെ അവിടെ വിട്ടിട്ട് നേരെ അകത്തേക്ക് കയറി വരാനായിട്ട് പറയും. അതിനിടക്ക് പോലും ലിയാങ് ആണെങ്കിൽ ക്ഷമിക്കുവാനാ, നീ എന്നോട് ക്ഷമിക്കുവാനെന്നും പറഞ്ഞ് ഒച്ച വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഷാവാണെങ്കിൽ നൈസായിട്ട് ലിയാങ്ങിനെ തള്ളിവിട്ട് ഓടി അകത്തേക്ക് കയറും. ആ ടൈമിന് മുകളിൽ നിന്നൊരു ആന്റി വലിയൊരു കമ്പ് കൊണ്ട് ലിയാങ്ങിന്റെ തലക്കിട്ട് ഒരു കൊട്ട് കൊടുക്കും. എന്തിനാടാ ഇവിടെ നിന്ന് ഒച്ച വെക്കുന്നത്, വേഗം ഇവിടെ നിന്ന് ഓടിപ്പോന്നും പറഞ്ഞിട്ട് 2-3 കൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലിയാങ് കരയുന്ന സൗണ്ട് കേട്ട് ഹുവാന പുറത്തേക്ക് ഓടി പോകും. ഇത് കാണുമ്പോ അമ്മയും, ദൈവമേ എനിക്ക് ഒന്നേ ഉള്ളൂ, ഇവര് രണ്ടുപേരും ബ്രേക്കപ്പ് ആവരുതേ, രണ്ടുപേരും എല്ലാം പറഞ്ഞു തീർത്ത് സെറ്റായിട്ട് മുന്നോട്ട് പോണേന്നും പറഞ്ഞിട്ട് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുറത്തു പോയ ഹുവാന ലിയാങ്ങുമായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കും. അതുമല്ലാണ്ട് ലിയാങ്ങിനായിട്ടുള്ള ഒരു പണിഷ്മെന്റും കൊടുത്തിട്ടുണ്ട്. ലിയാങ് ആണെങ്കിലോ ആ പണിഷ്മെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിനക്ക് എന്ത് ധൈര്യമുണ്ട്, എന്നെ ശരിക്കും നീ പറ്റിച്ചു, നീ എന്നെ ചീറ്റ് ചെയ്തു എന്ന് പറയും. എന്റെ പൊന്നു ഹുവാന, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞാല് എന്നെ പറ്റിച്ച് എന്റെ ക്യാഷ് മടിച്ച് നീ പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പോകെ പോകെ ഈ സത്യങ്ങളൊക്കെ നിന്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞ നീ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് പേടിച്ച് ഇപ്പതേ 3 വർഷം പോയി എന്ന് പറയും. നിനക്ക് എന്നാലും നല്ല ധൈര്യമാണ്. എന്തായാലും ഞാൻ നിന്നെ ഇനി തിരിച്ചും ലവ് ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ടാകും. ആ 3 കണ്ടീഷനും നീ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഞാനിനി നിന്റെ കൂടെ നിൽക്കുള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ, നീ ഒരിക്കലും ഇനി എന്റെ അടുത്ത് നുണ പറയാനായിട്ട് പാടില്ല. സെക്കൻഡ് കണ്ടീഷൻ, നിന്റെ കയ്യിൽ എത്രയൊക്കെ ക്യാഷ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അധ്വാനിച്ചേ ജീവിക്കുകയുള്ളൂ. മൂന്നാമത്തെ കണ്ടീഷൻ, നീ എന്റെ അടുത്ത് പറഞ്ഞ പോലെ എന്തെങ്കിലും നുണ എന്നെ പറ്റി നീ നിന്റെ പാരന്റ്സിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അതെല്ലാം നീ തിരുത്തണമെന്ന് പറയും. അയ്യോ ഇതിനൊക്കെ ഞാൻ ഓക്കെ പറയുവാണ്, എനിക്ക് ഈ 3 കണ്ടീഷനും ഓക്കെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് ഹുവാന, ഞാൻ എന്റെ പാരന്റ്സിന്റെ അടുത്ത് നിന്നെ പറ്റി ഒരു നുണയും പറഞ്ഞിട്ടില്ല, സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് ലിയാങ് ഹുവാനയുടെ അടുത്ത് വന്നിരുന്ന് ചാരി മേത്ത് കിടക്കും. അധികം കൊഞ്ചി എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞ് ഹുവാന അവന്റെ തല പിടിച്ചു മാറ്റും. അപ്പൊ ലിയാങ് ആണെങ്കിലും അയ്യോ എനിക്ക് വേദനിക്കുന്നതെന്നും പറഞ്ഞ് ഒച്ച വെക്കും. അയ്യോ ആ ആന്റി നിന്റെ തലക്കിട്ടല്ലേ വടി വെച്ച് കൊട്ടിയത്, ചിലപ്പോ അവിടെ വല്ലതും മുഴച്ചിട്ടുണ്ടാകും, നീ അടുത്ത് വന്നി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലിയാങ്ങിന്റെ മുടിയൊക്കെ മാറ്റി നോക്കും. ഇത് കാണുമ്പോ ലിയാങ്ങിനും ഒരുപാട് ഹാപ്പി ആകും. എനിക്കറിയാം ഹുവാന, നിനക്ക് എന്നോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടെന്നും പറഞ്ഞിട്ട് ലിയാങ് പയ്യെ ഹുവാനയുടെ മേത്ത് ചാരി കിടക്കും. ആ ടൈമിനാണ് മിങ്ങിന്റെ അടുത്ത് നിന്നും കോള് വരുന്നത്. ഞാൻ നിന്റെ ജോലിയുടെ കാര്യം പറയാനായിട്ട് വിളിച്ചതാണ്. എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായാലും നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നിന്റെ പേഴ്സണൽ മാറ്റർ പോലും നീ മാറ്റി വെച്ച് ക്ലയന്റിനെ നീ നന്നായിട്ട് ഡീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ നിന്റെ ജോബ് കൺഫേം ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹുവാനക്കും ഹാപ്പി ആകും. കണ്ടോ ലിയാങ്, എന്റെ ജോലി കൺഫേം ആയി എന്ന് പറയും. അപ്പൊ തന്നെ ലിയാങ് ഓടി വന്ന് ഹുവാനെ പൊക്കിയെടുത്ത് കറക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ആ വലിയ ബൊക്കെയൊക്കെ എടുത്ത് ഹുവാന നേരെ വീട്ടിലേക്ക് വരും. പുറത്തു തന്നെ ബ്രദറും അച്ഛനും കൂടി ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആ മോളെ നീ വന്നു, നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞിട്ട് 2 പേരെയും കൂട്ടി അച്ഛനൊരു ഐസ്ക്രീം ഷോപ്പിലേക്ക് ചെല്ലും. 2 പേർക്കും ഓരോ ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് ഹുവാനയുടെ അടുത്ത് നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തായി എന്ന് ചോദിക്കും. ഒരു പ്രോബ്ലവും ഇല്ല അച്ഛാ, ഞാനിപ്പോ ഓക്കെയാണ്. ശരിക്കും അവൻ എന്റെ അടുത്ത് സത്യങ്ങളൊന്നും തുറന്നു പറയാണ്ടിരുന്നത് ഞാൻ അവനെ വിട്ട് പോകുമോ എന്നുള്ള പേടിയിലാണ്. ശരിക്കും ഓരോ കാര്യത്തിലും ആഴ്ന്നിറങ്ങി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ് അവൻ. ഞാൻ ശരിക്കും ഒരു ബോറിംഗ് ആണ്, എനിക്ക് ഇങ്ങനെ ഒരു പയ്യനെ വേറെ കിട്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഷാവും, എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പയ്യനാണെന്നോ, അതിലിപ്പോ എന്തായിരിക്കുന്നത്, ഞാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പയ്യനാണല്ലോ എന്ന് പറയും. എന്താടാ നിനക്ക് ജലസ് ആവുന്നുണ്ടോ, എന്താ നിന്റെ ചേച്ചി മാരേജ് ഒന്നും ചെയ്ത് ഇവിടെ നിന്ന് പോവണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ് ചേച്ചി എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാന്ന് പറയും. ഇത് കേൾക്കുമ്പോ അച്ഛനും എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങനെയാണെങ്കിൽ എനിക്കും അവനെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് അച്ഛനും ഒന്ന് ആശ്വസിച്ചിരിക്കും. അതേ ടൈം ഹുവാനയുടെ അമ്മ ലിയാങ്ങിന്റെ കമ്പനീനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുമോ എന്ന് അറിയാനായിട്ട് ഹുവാനയുടെ ലാപ്ടോപ്പിൽ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആയിട്ട് ഹുവാന അങ്ങോട്ടേക്ക് വരും. ഇത് കണ്ട് അപ്പൊ തന്നെ ലാപ്ടോപ്പ് അമ്മ വലിച്ച
പൊട്ടിച്ചടക്കും. ദേഷ്യം കയറിയ ഹുവാനയും എന്താ അമ്മയെ കാണിക്കുന്നത്, ഞാൻ പലതവണ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ ലാപ്ടോപ്പിൽ ഇരുന്ന് കളിക്കാൻ പാടില്ല എന്ന്, ഒന്ന് എഴുന്നേറ്റ് പോന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞിട്ട് നേരെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് എന്താ പോയ കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കും. ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, വാ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് അച്ഛനും അമ്മേനെയും വിളിച്ച് പുറത്തേക്ക് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹുവാന ഓഫീസിലേക്ക് വന്നതറിഞ്ഞ് ഹുവാനയുടെ ഫ്രണ്ടിന് ഒരുപാട് ഹാപ്പി ആകും. പക്ഷെ ആ ഇൻചാർജ് പെണ്ണ് ഇതറിഞ്ഞിട്ടില്ല. ഇതറിയാണ്ട് പുള്ളിക്കാരിയും എല്ലാവരെയും നോക്കി ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും റെഡി ആവാനായിട്ട് പറയും. ആദ്യം തന്നെ യൂണിഫോം ഒക്കെ ഇട്ട് എഴുന്നേൽക്കുന്നത് നമ്മുടെ ഹുവാനയാണ്. ഹുവാനെ കണ്ട് ഇൻചാർജ് പെണ്ണും ഒന്ന് ഷോക്കായിട്ട് നിൽക്കും. ഇവളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടതല്ലേ, എന്നിട്ട് ഇവളെങ്ങനെ തിരിച്ചിങ്ങോട്ടേക്ക് കയറി എന്നുള്ളൊരു ദേഷ്യവും കൂടി പുള്ളിക്കാരുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ മീറ്റിങ്ങിനായിട്ട് എല്ലാവരും ചെന്നിരിക്കും. മിങ്ങിന്റെ കൂടെയാണ് ഇപ്പോ ഇവർക്കുള്ള മീറ്റിംഗ്. അടുത്ത ഘട്ട ജോലികൾ എത്രയും പെട്ടെന്ന് തുടങ്ങണം. വലിയൊരു പ്രപ്പോസൽ വരുന്നുണ്ട്, അതിനായിട്ട് നിങ്ങൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യണം. അതിനുശേഷം ഒരു മുഖ്യമായിട്ടുള്ളൊരു വോട്ടിങ്ങും വരുന്നുണ്ട്, അതിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നും പറഞ്ഞ് മിങ് എഴുന്നേറ്റ് പോകും. മിങ് പോയ പുറകെ തന്നെ ഇൻചാർജും ബോസ് പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തേക്കണെന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പറഞ്ഞഴക്കും. അങ്ങനെ ഇപ്പൊ കട്ട് ചെയ്താല് ഹുവാനയുടെ അമ്മയും അതേപോലെ വീട്ടിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകളൊക്കെ കൂടി പാർക്കിലിരുന്ന് ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോ ഈ ഡാൻസ് എവിടെയോ പെർഫോം ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ലേഡി ഹുവാനയുടെ അമ്മയുടെ അടുത്തേക്ക് വരും. ഈ ഡാൻസിന് മെയിൻ ലീഡായിട്ട് എന്തായാലും നിനക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല, ആ ഒരു ലേഡിയുടെ മരുമകളല്ലേ നമുക്ക് കോസ്റ്റ്യൂം ഒക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അപ്പോ അവരെ തന്നെ മെയിൻ ലീഡായിട്ട് നിർത്തേണ്ടി വരും എന്ന് പറയും. ഹുവാനയുടെ അമ്മക്കാണെങ്കിലും ഇത് കേട്ട് സങ്കടം വരും. ഈ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തത് പോലും ഞാനാണ്, എന്നിട്ട് മെയിൻ ലീഡിൽ എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നിൽക്കും. എന്തായാലും വിട്ടുകൊടുക്കാൻ പാടില്ല, ഞാനും വലിയ ആളാണെന്ന് ഇവരെയൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹുവാനയുടെയും ലിയാങ്ങിന്റെ കൂടെയുള്ള ഒരു സെൽഫി ഇവരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഇത് കണ്ട് ഓരോ ലേഡീസ് ആയിട്ട് വന്ന് ഇതേതാണ് ഈ പയ്യൻ ഹുവാനയുടെ കൂടെ നിൽക്കുന്നത്, ആരാണെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ അത് ഹുവാനയുടെ ബോയ് ഫ്രണ്ട് ആണ്, അതുമല്ലാണ്ട് അവനില്ലേ ബില്യനെയർ ആണ്, അവനിങ്ങനെ പുറകെ നടക്കുന്നത് കൊണ്ട് ഹുവാന തന്നെ കൺഫ്യൂഷനിലായിട്ട് ഇരിക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് പൊക്കിയടിച്ച് ഇവരെയൊക്കെ മുമ്പിൽ ഒന്നാളായിട്ടൊക്കെ നിൽക്കും. അതേ ടൈം എല്ലാവരും തന്നെ ഓഫീസിൽ നിന്ന് പോയിട്ടും ഹുവാനക്കാണെങ്കിലോ അവളുടെ വർക്ക് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് അമ്മയുടെ അടുത്ത് നിന്നും കോള് വരും. ഡിന്നറിന് നിനക്ക് ഇഷ്ടമുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, എപ്പൊ നീ വരുമെന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ അമ്മ, ഡിന്നറിന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ത്, ഇപ്പോഴും നിനക്ക് വർക്ക് ഉണ്ടെന്നോ? നിനക്ക് ഇപ്പൊ 30 വയസ്സായി, അത് വല്ലതും നീ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്താല് നിന്റെ ഫേസിലുള്ള ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ പോകും. മാരേജ് ഒക്കെ കഴിഞ്ഞ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ആ ഫോട്ടോസിൽ മുഴുവനും നിന്റെ മുഖത്ത് ചുളിവായിരിക്കും. അതുകൊണ്ടേ ഓവർ ടൈം വർക്ക് ഒന്നും ചെയ്യണ്ട, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയും. ഓക്കെ അമ്മ, ഇപ്പൊ തീർന്നിട്ട് വരാന്നും പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ലിയാങ്ങിന്റെ അടുത്ത് നിന്നും മെസ്സേജ് വരും. 2.5 മണിക്കൂറായിട്ട് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്റെ കമ്പനിയുടെ കീഴിൽ ഞാൻ നിൽക്കുവാണ്, ഇനിയും നിന്റെ വർക്ക് കഴിഞ്ഞില്ലെന്ന് ഇങ്ങനെ ചോദിക്കും. ഈ ഒരു മെസ്സേജ് കാണുമ്പോ തന്നെ വർക്കും വേണ്ട എനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് സിസ്റ്റവും ഷട്ട് ഡൗൺ ചെയ്തിട്ട് നേരെ ലിയാങ്ങിന്റെ അടുത്തേക്ക് ചെല്ലും. ഇങ്ങോട്ടേക്ക് വാ, നിനക്ക് വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ ക്യൂ നിന്നാണ് ഞാൻ ഈ ഫുഡ് വാങ്ങിയത്, കഴിക്കെന്നും പറഞ്ഞ് ഒരു ഫുഡ് എടുത്ത് കൊടുക്കും. നീ ഭയങ്കര സ്വീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഹുവാങ്ങും അത് കഴിച്ചോണ്ടിരിക്കും. ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ നിന്റെ ബോയ് ഫ്രണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ വാങ്ങി തന്നത്, അതിനൊരു പാരിതോഷികം പോലെ എനിക്കിപ്പോ ഒരു കിസ് വേണമെന്നും പറഞ്ഞിട്ട് ലിയാങ് കിസ് ചെയ്യാനായിട്ട് പോകും. അപ്പൊ കറക്റ്റ് ആയിട്ട് അമ്മയുടെ കോളും വരും. ഞാൻ കിസ് ചെയ്യാൻ പോകുമ്പോ കറക്റ്റ് ആയിട്ട് നിന്റെ അമ്മ അറിയുന്നുണ്ടല്ലോ, ഇനി അവിടെ ഇരുന്ന് വല്ല മഷിയിട്ട് നോക്കുവാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹുവാന അപ്പൊ തന്നെ ലിയാങ്ങിന്റെ വായൊക്കെ പൊത്തിപ്പിടിക്കും. അങ്ങനെ കോളും അറ്റൻഡ് ചെയ്യും. എന്താണ് നീ എപ്പോഴാ ഇങ്ങോട്ടേക്ക് വരുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അമ്മ ഞാൻ പെട്ടെന്ന് വരാന്ന് പറയും. അപ്പൊ തന്നെ ലിയാങ് ആണെങ്കിലോ ആന്റി ഹുവാന എന്റെ കൂടെയാ ഉള്ളത്, ഞാൻ തന്നെ അവളെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്തോളാന്ന് പറയും. മോനും കൂടെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ലേറ്റ് ആയിട്ട് സമാധാനത്തിൽ വന്നാൽ മതി എന്ന് പറയും. അപ്പൊ തന്നെ ലിയാങ്ങും ആന്റി അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ വരട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. മോൻ എന്തിനാ ഇങ്ങനെ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്? മോൻ ഞങ്ങളുടെ വീട്ടിലെ മരുമകനല്ലേ, നിനക്ക് എപ്പോ വേണേലും വരാന്നും പറഞ്ഞ് കോളും കട്ട് ചെയ്യും. ആ ടൈമിന് ലിയാങ് നിന്റെ അമ്മക്ക് എന്നോടുള്ള ദേഷ്യം വല്ലതും മാറിയോ എന്ന് ഇങ്ങനെ ചോദിക്കും. നീ തെറ്റിദ്ധരിക്കരുത്, എന്റെ അമ്മ എനിക്ക് ബെസ്റ്റ് തരാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അതിന്റെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണോന്ന് പറയും. അതേ ടൈം ഹുവാനയുടെ അമ്മയാണെങ്കിലും നേരെ ഓടി അച്ഛന്റെ അടുത്തേക്ക് ചെല്ലും. ഡിന്നറിനായിട്ട് ഞാൻ എന്ത് കുക്ക് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. ഇനി നീ ഡിന്നറിനായിട്ട് എന്ത് കുക്ക് ചെയ്യാനായിട്ട്? ഇപ്പൊ ഇവിടെ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യേ, ഇന്നത്തേക്കല്ല നാളത്തേക്കാണ്, നമ്മുടെ മരുമകനില്ലേ നാളെ ഡിന്നറിനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അപ്പോ ഞാൻ എന്ത് കുക്ക് ചെയ്യുമെന്ന് ആലോചിച്ചതാണ്, അതുമല്ലാണ്ട് വീട് മൊത്തം ഡസ്റ്റ് ആണ്, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നമുക്ക് മരുമകൻ വരുന്നതിന് മുമ്പ് വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാന്നും പറഞ്ഞിട്ട് പാവം പിടിച്ച അച്ഛനെയും കൂടി ഹുവാനയുടെ അമ്മ ക്ലീൻ ചെയ്യാനായിട്ട് ഇറക്കും.
എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.